ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രിൻസ്. ഇന്നിവിടെ ഇപ്പം നമ്മൾ പരിശോധിക്കുന്നത് ഒരു ടി ജംഗ്ഷൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഒരു പെഡസ്ട്രിയൻ ഉണ്ട്. അപ്പോൾ പെഡസ്ട്രിയൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ആളൊന്നും ഇല്ലെന്ന് നോക്കി ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയാം സ്റ്റോപ്പ് ലൈനാണ്. ഇവിടെ റൈറ്റും പോവാം ലെഫ്റ്റും പോവാം. ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡ് നല്ലപോലെ നോക്കുക, അതുപോലെ റൈറ്റ് സൈഡ് നല്ലപോലെ നോക്കുക. ഇത് 2-വേ റോഡാണ്. സോ അപ്പം നമ്മൾ വളരെ കെയർ എടുക്കണം. അവിടെ മുന്നോട്ട് നമുക്കറിയാം ആ സെൻട്രലിലുള്ള ലൈനിൽ ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ ലൈനിൽ സെൻട്രൽ ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയാനായിട്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതേസമയം നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ടി ജംഗ്ഷനിൽ ഡോട്ടഡ് ലൈനാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വാഹനം ഉണ്ടെങ്കിൽ മാത്രം സ്റ്റോപ്പ് ചെയ്യുക, വാഹനം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും സെൻട്രൽ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ചെയ്ത ലൈനിന്റെ ഇടയിലൂടെ വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാഹനം രണ്ട് സൈഡും വാഹനത്തിന്റെ ഫ്ലോ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ സെൻട്രൽ ലൈൻ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ആ ഗ്യാപ്പിലൂടെ വേണം നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട്. ഇവിടെ നമുക്കറിയാം നല്ല റഷ് ഉണ്ട്, അപ്പം നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല. നമ്മൾ അതേ കണക്ക് ഈ ഡോട്ടഡ് ലൈൻ സ്റ്റോപ്പ് ലൈനിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വാഹനമെല്ലാം പോയി കഴിഞ്ഞ ശേഷം സേഫ് ആണെങ്കിലല്ലേ നമുക്ക് എടുക്കാൻ പറ്റൂ. കാര്യം മെയിൻ റോഡിലുള്ള വാഹനങ്ങൾക്കാണ് പ്രിഫറൻസ്. അത് കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാനുള്ള റൈറ്റ് ഉള്ളൂ. സോ പോകുമ്പോഴും നമ്മൾ ആ സെന്ററിലുള്ള ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സെന്ററിലുള്ള ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ലൈൻ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? കട്ട് ചെയ്ത് പോകാവൂ. സെന്ററിലുള്ള ലൈനിൽ ടച്ച് ചെയ്യരുത്. ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഡിസിപ്ലിൻ്റെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അതാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ടി ജംഗ്ഷനുകളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സോ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഇതുവരെയ്ക്കും നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയി, പക്ഷേ റൈറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരികയാണ്. ഒരു വാഹനവും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് സേഫായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ട്. ഈ വാഹനം ഇവിടെ നിർത്തിയിട്ടുമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം നമുക്കൊരു ഗ്യാപ്പ് കിട്ടി. നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ ടേൺ ചെയ്ത് ലൈനിൽ കറക്റ്റ് ടച്ച് ചെയ്യാതെ